യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവനെ എന്റെ മോനാ, അവൻ ചെയ്യുന്നതെല്ലാം ശരി മാത്രമായിരിക്കും. അമ്മ കുറച്ചു നാള് ശ്യാമിന്റെ അച്ഛനും അമ്മയും എന്നെ ഇങ്ങനെ ഭരിച്ചതാ. വീട്ടിൽ പോകുന്നത് വിലക്കിയതാ. അന്ന് ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം എത്രയാണെന്ന് അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അനുശേഷി പോയത് സ്വന്തം അച്ഛന് ചേച്ചിയുള്ള സ്ഥലത്തേക്കാ. അതൊന്നും അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, നീ തെറ്റ് ശരിയൊന്നും എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഇന്ദ്രനറിയാം അവൻ ചെയ്യുന്നത് എന്താണെന്ന്. നീ ശ്യാമിന്റെ അച്ഛനെയും അമ്മയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. നിന്നോട് അവൻ അങ്ങനെ ചെയ്തതിലൊന്നും ഒരു ന്യായവും ഇല്ല. പക്ഷെ ഇന്ദ്രൻ അങ്ങനെയല്ല. അനു അവൻ പറയുന്നത് അനുസരിക്കാതെ ഓരോന്ന് ചെയ്യും. അവളുടെ വീട്ടുകാര് എനിക്കും ഇന്ദ്രനും നിനക്കും എല്ലാം ഒരു വിലയും തരാതെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ ആത്മാഭിമാനമുള്ള ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല. അതിന് ഇന്ദ്രൻ പ്രതികരിച്ചതാണോ തെറ്റ്? ആണോ? ആരെയും കുറ്റം പറയാത്തതായിട്ട് ആരാ അമ്മയുള്ളത്? അമ്മയും ഞാനും എല്ലാം മറ്റുള്ളവരെ കുറ്റം പറയാറില്ലേ? ഇതൊക്കെ വലിയ തെറ്റായിട്ട് പറഞ്ഞ നമ്മൾ ആരാണെന്ന് നമ്മൾ കൂടി ചിന്തിക്കണം. സോനെ, നീ വെറുതെ എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട. ഇന്ദ്രൻ ചെയ്തത് ശരിയാണ്. അനുവിനി അവളുടെ വീട്ടുകാരുമായിട്ട് ഒരു ബന്ധത്തിന്റെ ആവശ്യമില്ല. ഇല്ലാണ്ടിരിക്കുന്നത് എല്ലാവർക്കും നല്ലത്. അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലായാലും ഒന്നും മനസ്സിലാവാത്ത പോലെയാ സംസാരിക്കുന്നത്. അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടങ്ങൾ മാത്രമാണ് വലുത്. അതിൽ മറ്റുള്ളവരുടെ വേദനയൊന്നും അമ്മ കാണില്ല. ഇപ്പൊ ഇന്ദ്രേട്ടനും ആ രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഒന്ന് കുളിച്ചു വന്നപ്പോ നല്ല സുഖം. വിനേട്ടാ, ഞാൻ ചായ ഇടാം. ചിരു, വാ. ആ കവർ നിർത്തേ. എന്തേത്? ആഹാ, ഡ്രസ്സാണല്ലോ. അതെ, നിനക്കൊരു സാരിയാ. എനിക്കോ? നിനക്ക് തരാൻ വേണ്ടി ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്തതാ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിനേട്ടാ. ഞാൻ മാറി ചെയ്തു, പക്ഷേ നീ ഇപ്പോഴും മാറിയിട്ടില്ല. എന്താ വിനേട്ടാ? നീ ഇപ്പോഴും എന്നോട് കള്ളം പറഞ്ഞോണ്ടിരിക്കുക. ഞാനെന്ത് കള്ള വിനേട്ടനോട് പറഞ്ഞ? നീ ഓഫീസിൽ പോയപ്പോ ഞാൻ ഈ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോയിൽ നോക്കി ഇതുവരെ ഞാൻ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് ചോദിച്ചു. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഒന്ന് നുള്ളി നോക്കുക പോലും ചെയ്യില്ല എന്ന് സത്യം ചെയ്തു. അതിനുശേഷം അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് നിനക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങി അതുമായി ഞാൻ നിന്റെ ഓഫീസിലേക്ക് വരികയായിരുന്നു. അവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ പലതവണ അപമാനിച്ചതല്ലേ? അതിന് പ്രായശ്ചിത്തമായി അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഇത് തരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അവിടെ വരെ വരേണ്ടി വന്നില്ല. അതിനു മുമ്പ് ഒരു ജംഗ്ഷനിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടു. നീ ഏതോ ഒരുത്തൻ്റെ കൂടെ കാറി കയറി പോകുന്നത്. ഇല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടും നീ എന്റെ മുമ്പിൽ കിടന്ന് അഭിനയിക്കുന്നു. ആരുടെ ഓഫീസ് ടൈമിൽ നിന്നെ വിളിച്ചോണ്ട് പോവാൻ മാത്രം ധൈര്യമുള്ളവൻ ആരാണെന്ന്? സത്യം പറയടി,
ഫ്രണ്ടിന്റെ ലവറോ അതോ നിന്റെ സ്വന്തം ലവറോ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പറഞ്ഞത് എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാടി. നിന്നെ കൊന്നിട്ടായാലും അവൻ ആരാണെന്ന് ഞാൻ പറയിപ്പിക്കും. പറയടി. ഞാൻ പറഞ്ഞ സത്യം. എന്നെ ഉപദ്രവിക്കില്ല പ്ലീസ് വിനേട്ട. വിനേട്ടനെ ഉപദ്രവിക്കില്ല, ഞാൻ മരിച്ചു വിനേട്ട. നീ ചാവണോടി, നീ ചാവണം. നീ ജീവൻ ബാക്കിയായാലും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോലടി. ഇത്രയും കാലം എന്നെ തെറ്റുകാരനാക്കി ഇവക്ക് വേണ്ടി വാദിച്ചില്ലേ നിങ്ങള്? ഇപ്പൊ കണ്ടോ മരുമകളുടെ തനിക്കോണം. സത്യ നല്ലടാ, സത്യ. എടാ എടാ ക്ഷമിക്കണം. എടാ ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അറിയാതെ ചെയ്തു പോയതാ. എന്നാലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ സംഭവിച്ചു പോയടാ. ഞാൻ നിന്നെ തല്ലാൻ പാടില്ലായിരുന്നടാ. അത് ഒട്ടും ശരിയല്ലത്. എല്ലാം എൻ്റെ തെറ്റാ. സത്യ, നീ എന്തിനാടാ സത്യ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നേ? എടാ അവള് ചെയ്യുന്ന ഒന്നും ശരിയല്ലടാ. എടാ നമ്മുടെ കുടുംബത്തെ പിരിക്കാൻ അവള് ശ്രമിക്കുന്നേ. അവള് നീ സപ്പോർട്ട് ചെയ്യത് എനിക്ക് അത് സഹിക്കാൻ പറ്റില്ലടാ. അതാടാ അപ്പോഴാണ് എനിക്ക് ദേഷ്യമായിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത്. നീ 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 എനിക്ക് എൻ്റെ അനിയൻ മാത്രമല്ലടാ, എൻ്റെ മോനാ നീ, എൻ്റെ മോൻ. എടാ എടാ നീ എനിക്ക് എപ്പോഴും ഞാൻ എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയ എൻ്റെ മോനെ പോലെ തന്നെയാടാ. അതുകൊണ്ടല്ലേ ചുറ്റും നിൽക്കുന്നത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും നോക്കാതെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ തല്ലുന്നത്. ക്ഷമിക്കടാ, പറ്റിപ്പോയി. എനിക്ക് പറ്റിപ്പോടാ. ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. എടാ എനിക്ക് നിന്റെ കാര്യത്തിൽ ഒത്തിരി സങ്കടമുണ്ടടാ സത്യ. എടാ നീ എന്താടാ ഒരു കല്യാണത്തിന് സമ്മതിക്കാത്തത്?